എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുജി ഫ്രം ട്രേഡിംഗ് ഇമോഷൻ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3 വെർഷനിലായിട്ടാണ് നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്. കാര്യത്തിൽ നിറച്ച ആൾക്കാരുടെ പേഴ്സണലായിട്ട് എനിക്ക് കുറേ ആൾക്കാർ വാട്സാപ്പ് ചോദിച്ചിരുന്നു തമിഴിലും മലയാളത്തിലൊക്കെ ഇടാൻ പറ്റുമോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മൾ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ് വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് നമ്മൾ നിഫ്റ്റി, ഇത് വന്നിട്ട് നിഫ്റ്റി 50യുടെ കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടാണ്, സ്പ്ലിറ്റ് പ്രൊഫൈലാണ്. സോ ഞാൻ ഈ സ്പ്ലിറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യാൻ കാരണം എനിക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ഇതിൽ നിന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത്. എൻ്റേത് 10 TPO ആണ്, 10 പോയിന്റ്സിൻ്റെ TPO ആണ്. നിറച്ച ആൾക്കാരുണ്ട് മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഓരോരുത്തരും ഓരോരോ അവരുടേതായ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് അവരുടേതായ സ്റ്റൈൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് ഇതിൽ നിന്ന് നിറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അത് വെച്ച് തന്നെ എനിക്ക് നല്ല നല്ല ട്രേഡുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ 2-3 സിനാരിയോ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് എന്ത് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ 2 സിനാരിയോ ഇവിടെ നോക്കും. ഒന്ന്, ഈ 870 അവിടെ എന്തെങ്കിലും അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യും. എങ്കിൽ 17,800 എൻ്റെ ടാർഗറ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ, ദാറ്റ് മീൻസ് ഫെയിൽഡ് ഓപ്ഷൻ നടക്കുന്നു, അതായത് താഴോട്ട് വന്നിട്ട് ഒരു ഫെയിൽഡ് ഓപ്ഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു CEക്ക് പോകും. എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് 18,000 ആയിരിക്കും. സോ 870 18,000 അല്ലെങ്കിൽ 850 840 എന്നൊരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ടാർഗറ്റ് 18,000 ടാർഗറ്റ് വെച്ചിട്ട് മുകളിലോട്ട് നോക്കും. എൻ്റെ മാക്സിമം അപ്സൈഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 18,080 ആണ്. 18,080 ആണ് എൻ്റെ മാക്സിമം ഉള്ള ടാർഗറ്റ്. ഇത് ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് നടന്നാലുള്ള കാര്യമാണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാലും ഞാൻ ഈ 2 കാര്യങ്ങളും നോക്കിയേ ട്രേഡ് ചെയ്തുള്ളൂ. അക്സെപ്റ്റൻസ് PDL, റിജക്ഷൻ ഫ്രം ദ പ്രീവിയസ് ഡേ പ്രൊഫൈൽ ഓർ എനി ഫെയിൽഡ് ഓപ്ഷൻ. ഈ കാര്യങ്ങൾ ഞാൻ ഗ്യാപ്പ് ഡൗൺ നോക്കും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാക്സിമം ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും. കാരണം വെച്ചാൽ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലേഴ്സ് ആണ്. നമ്മുടെ വാല്യൂ ഏരിയ ഒക്കെ ഓവർലാപ്പ് ആയിട്ടാണ് താഴോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സമയം വേണം. അപ്പോൾ ഇവരെന്താ ചെയ്യുക, മാർക്കറ്റിനെ സൈഡ് വേസ് ബാലൻസ് മോഡിൽ കൊണ്ടുപോകും. പുതിയതായിട്ട് ബിസിനസ് വരണം, അല്ലെ, പുതിയതായിട്ട് ആൾക്കാർ ബിസിനസ് വരണം, അവർക്കും സമയം വേണം. അവർക്ക് ബൾക്കായിട്ട് മാർക്കറ്റ് ഓർഡർ പഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. അവർ പാസീവ് ലിമിറ്റ് ഓർഡറേ ചെയ്യത്തുള്ളൂ. എങ്കിൽ അവർക്കും ഇവിടെ സമയം ആവശ്യമുണ്ട്. സോ ഈ 2 ആൾക്കാർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സമയം ആവശ്യമുണ്ട്. പുതിയതായിട്ട് ബിസിനസ് വന്നാൽ അവർക്കും സമയം ആവശ്യമുണ്ട്. അങ്ങനെ ഗ്യാപ്പ് അപ്പിൽ ഇൻഡിസിസിയോ. എന്തുകൊണ്ടാണ് ഗ്യാപ്പ് അപ്പിൽ ഈ സിനാരിയോ വരുന്നത് വെച്ചാൽ, ഒരു ഗ്യാപ്പ് അപ്പ് വരുമ്പോൾ പുതിയ ആൾക്കാർ വിചാരിക്കും മാർക്കറ്റ് ഡൗൺ സൈഡ് കഴിഞ്ഞു മുകളിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അവർ വാങ്ങിക്കാൻ തുടങ്ങും, അല്ലേ, ഈ ലെവൽ കൊള്ളാം, 18,000 ലെവലിലൊക്കെ കൊള്ളാം, നമുക്ക് വായിക്കാം എന്നുള്ള രീതിയിൽ അവർ പോകും. അപ്പോൾ ഇവർ ഈ മോഡിൽ നിന്ന് 3 ദിവസമായിട്ട് സെല്ല് ചെയ്ത ആൾക്കാർ എന്ത് വിചാരിക്കും, പെട്ടെന്നൊരു ഗ്യാപ്പ് അപ്പ് വരുമ്പോൾ അവർക്കൊരു ഫിയർ വരും, ഒരു പേടി വരും. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഗ്യാപ്പ് അപ്പിൽ നമ്മൾ ഇന്ന് ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നത്, ഞാൻ അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിന് ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ സെയിം സിനാരിയോ ആണ്. ലാസ്റ്റ് നല്ലൊരു പുൾ ബാക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ J പീരീഡിൽ, K പീരീഡിൽ, L പീരീഡിൽ, M പീരീഡിലൊക്കെ ഒരു സ്ക്വയർ ഓഫ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അത് നമുക്ക് അറിഞ്ഞൂടാ അന്ന് വിറ്റവർ തന്നെയാണോ അല്ല അതിൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങളിൽ വിറ്റവർ തന്നെയാണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ K പീരീഡിൻ്റെ ലോ ആൻഡ് L പീരീഡിൻ്റെ ഹൈ ഇന്ന് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ K പീരീഡിൻ്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42,4040 ആണ്. ഈ L പീരീഡിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42,450 ആണ്. സോ ഇവിടെ എനിക്ക് ട്രേഡിംഗ് ഇല്ല. ഒന്ന്, എനിക്ക് മാർക്കറ്റ് മുകളിലോട്ട് ഒരു അക്സെപ്റ്റൻസ് തരണം, എങ്കിൽ ഞാൻ മുകളിലോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്ന് റിജക്ഷൻ തരണം, എങ്കിൽ താഴോട്ട് വരും.
ഇവിടുത്തെ ഒരു സിനാരിയോ ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി ഒന്ന് ഇവിടെ അക്സെപ്റ്റൻസ് തരണം, ഞാൻ താഴോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷൻ തരണം, എൻ്റെ ടാർഗറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് റിജക്ഷൻ തന്നു എൻ്റെ ടാർഗറ്റ് ഇതായിരിക്കും, ദാറ്റ് മീൻസ് 42,040 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷനായി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 42,450 ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. അതല്ല മാർക്കറ്റ് ഇവിടെയാണ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അക്സെപ്റ്റൻസിനോ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിലും സെയിം സിനാരിയോ ആണ്. ഇനി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഞാൻ എൻ്റെ ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ 450ക്ക് മുകളിലൊരു അക്സെപ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാർഗറ്റ് 42,700 ആണ് എൻ്റെ ആദ്യത്തെ ടാർഗറ്റ്. ഒരു 300 പോയിന്റിന്റെ ടാർഗറ്റാണ് ഞാൻ മുകളിലോട്ട് വയ്ക്കുന്നത്. താഴോട്ടാണെന്നുണ്ടെങ്കിലും 40 ഈ സിംഗിൾ പ്രിന്റിന്റെ അവിടെ ഇവിടെ സിംഗിൾ പ്രിന്റ് ഉണ്ട്. ഈ സിംഗിൾ പ്രിന്റിന്റെ അവിടെ ഒരു അക്സെപ്റ്റൻസ് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് 41,800 ആയിരിക്കും എൻ്റെ താഴോട്ടുള്ള ടാർഗറ്റ്. താഴെ നിറച്ച് അൺഫിനിഷ്ഡ് ബിസിനസ് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ ലെവലിലൊക്കെ എന്തെങ്കിലും അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് പോകാനായിട്ട് നോക്കും. എൻ്റെ കൂടുതൽ ഫോക്കസ് നിഫ്റ്റിയേക്കാൾ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. കാരണം വെച്ചാൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസത്തിന്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ കമ്പനികൾ അനൗൺസ് ചെയ്ത് തുടങ്ങും. ഈ വരുന്ന ആഴ്ച മുതൽ കുറച്ച് കമ്പനീസ് എല്ലാം അവരുടെ റിസൾട്ടുകൾ പറഞ്ഞു തുടങ്ങും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ വെയിറ്റേജ് ഉള്ള HDFC ആയിക്കോട്ടെ, ICICI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് ആയിക്കോട്ടെ, ഇവരുടെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ നിഫ്റ്റി 50യുടെ സ്റ്റോക്സിന്റെയും റിസൾട്ട് വരുമ്പോഴത്തേക്കും അതൊരു സൈഡ് വൈസിലോ അല്ലെങ്കിൽ അതിൽ വെയിറ്റേജ് ഉള്ള ഇൻഫോസിസോ TCSോ അല്ലെങ്കിൽ അങ്ങനെ IT-യുടെ ആണല്ലോ ആദ്യം വരിക. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ റിയാക്ഷൻ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും. പക്ഷെ അതേസമയം ബാങ്ക് നിഫ്റ്റി കുറച്ച് നമുക്ക് മൊമെന്റം തരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എൻ്റെ ഫോക്കസ് ഈ വരുന്ന ഒരാഴ്ചയിൽ കൂടുതലും ബാങ്ക് നിഫ്റ്റി തന്നെ ആയിരിക്കും. അത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് നിങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങളും പ്ലാൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.